അതിൽ കൈയിടരുത്, അത് കടിക്കുന്നതാ. ഹായ് ശരക്കറുണ്ട. പിന്നെ എന്തിനാ അമ്മ പറഞ്ഞ അതി കൈയിട്ട കടിക്കുന്നു? നീ കടിക്കുമെന്നാ പറഞ്ഞത്. ഹായ് പായസം. എനിക്ക് ഈ പാത്രം നിറച്ചു വേണം. ഈ പാത്രം മതിയോടാ? ഇതിനേക്കാൾ വലുത് കിട്ടിയില്ല. എനിക്ക് ഇനിയും വേണം. മതി മതി, നീ ഇപ്പൊ തന്നെ ഒത്തിരി അകത്താക്കി. എനിക്ക് ഇനിയും പായസം വേണം. നീ ഇനി കുടിച്ച വയറ് പൊട്ടും. ഇപ്പൊ തന്നെ പേടിയാവുന്നു. എന്നാ ഒരു ഗ്ലാസും കൂടി ഇങ്ങോട്ട് തന്നേച്ച് അമ്മ ഓടിക്കോ. ആരാ മമ്മി ഇന്ന് വരുന്നത്? അയൽവക്കത്തെ പുതിയ താമസക്കാരാ. അവര് തിന്നുമ്പോ നീ പാത്രത്തിലോട്ട് നോക്കി നിക്കരുത് കേട്ടോ. എന്നാ ഞാൻ വായി നോക്കിക്കോട്ടെ. മോൻ ഈ അങ്കിളിനെ അറിയോ? ഇവിടുത്തെ ബാങ്ക് മാനേജറാ. അല്ല, ഈ അങ്കിള് പല്ലു ഡോക്ടറാ. നിനക്കെങ്ങനെ അറിയാം പല്ല് ഡോക്ടറാണെന്ന്? അത് ഇന്നാള് ഞാൻ അയാളുടെ വീട്ടിൽ ചെന്നപ്പം പറഞ്ഞായിരുന്നു, മേലാൽ ആ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ പല്ലെടുക്കും. അമ്മ വല്ലതും തരണേ. ഇന്ന് 50 പൈസ. ഇനി ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് കയറിയേക്കരുത്. നീ ആള് കൊള്ളാമല്ലോ. എവിടുന്ന് പഠിച്ചതാ ഇങ്ങനെയൊക്കെ പറയാൻ? അതെ, ഞാൻ ഓരോ വീട്ടിലോട്ട് ചെല്ലുമ്പം ആ വീട്ടിലുള്ളവര് ഓരോ രൂപ തന്നേച്ച് ഇനി ഒരു മാസത്തേക്ക് അങ്ങോട്ട് ചെല്ലല്ലേന്ന് പറ. നമ്മള് രണ്ടുപേരും ഓഫീസിൽ പോകുമ്പോ ഇവൻ ഇന്ന് എവിടെയാക്കി വെച്ച് പോവും? എന്നെ ഐസ്ക്രീം പാർലറിലോട്ടാക്കിയത്. സ്കൂളിൽ പോയിട്ട് പാട്ടൊക്കെ പഠിച്ചോടാ? പഠിച്ചു. ബാലൻ മുടിബാലൻ നമ്മുടെ ഒരു ശീലൻ, അതിലേകം നമ്മുടെ ഒരു വേലൻ, ജനതാളം നമ്മുടെ ബാലൻ 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 ബാലൻ. അതല്ലടാ, പഠിക്കുന്ന പുസ്തകത്തിലെ പാട്ട് പഠിച്ചോന്ന് അച്ഛൻ ചോദിച്ചത്. അതെങ്ങനെ പഠിക്കാനാ? പാഠപുസ്തകം ടിവിക്കകത്തൂടെ കയറ്റി വിടുകയാണെങ്കിൽ ഇവനൊക്കെ പഠിക്കും. പോയി പഠിക്കുന്ന പുസ്തകം എടുത്തോണ്ട് വാടാ. കണ്ടോ ഓടിയത്? പഠിക്കാനുള്ള ഉത്സാഹം കണ്ടോ? അവൻ സ്ഥലം വിട്ടതാടി. ഒരക്ഷരം കൂട്ടി വായിക്കാൻ അറിയത്തില്ല. ഇന്ന് മുഴുവനും ഇവിടെ ഇരുന്ന് പഠിച്ചോണം. നീ പഠിക്കോന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേട്ടില്ലേ, നമ്മുടെ മജീഷ്യൻ മുതുകാട് ഒരു കാർ അപ്രത്യക്ഷമാക്കിയെന്ന്. ഒരിക്കൽ സിനിമാ നടിയെ സ്റ്റേജിൽ വെച്ച് അപ്രത്യക്ഷമാക്കി. നിന്റെ അനുജത്തി ഒരിക്കൽ അപ്രത്യക്ഷയായിട്ട് 2 മാസം കഴിഞ്ഞില്ലേ വന്നത്. മുതുകാടിന് ദൂരെ ഇരുന്നും സാധനങ്ങൾ അപ്രത്യക്ഷമാക്കാൻ പറ്റുമെന്നാ പറയുന്നത്. മാജിക് അങ്കിളുടെ നമ്പർ ഇന്നത്തെ പത്രത്തിലുണ്ട്. ഹലോ ഹലോ, മാജിക് അങ്കിൾ അല്ലേ? ഞാൻ ഉണ്ണിക്കുട്ടനാ വിളിച്ചേ. അതെ അങ്കിളെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ബുക്ക് ഒന്ന് അപ്രത്യക്ഷമാക്കാൻ പറ്റുമോ?